ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലവട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ എന്താ പറയുക, പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ വെക്കുന്ന മട്ട റൈസോ അല്ലെങ്കിൽ വെള്ള റൈസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചോറ് ഇതിലേക്ക് 1/4 കപ്പ് 250 ml കപ്പിൽ 1/4 കപ്പ് ചോറ് ചേർത്തതിന് ശേഷം അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അരിയൊന്നും കുതിർത്ത് അരക്കാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമത് 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ പാത്രത്തിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കുറച്ചായിട്ട് ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റമൊക്കെ വരും കേട്ടോ. ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരല്പം വെള്ളം കൂട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കുമ്പോൾ അവസാനം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ആ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരും, കാണുന്ന എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിടാം. പക്ഷേ എൻ്റെ മിക്സിയുടെ ജാറിൽ ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മിക്സി കറങ്ങൂല കേട്ടോ, സ്റ്റക്കായി പോകും. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അടിച്ച് വരുമ്പോൾ അത്യാവശ്യം ലൂസ് ഉണ്ടാകും. കണ്ടോ, ഈ ഒരു പരുവം, ഒരു ദോശ മാവിനിൽ ഒരു അല്പം കൂടി ലൂസ്, ആ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളത് കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആദ്യം ഒഴിച്ച ബാറ്ററിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റും പഞ്ചസാരയൊന്നും ചേർക്കാത്തത് കൊണ്ട് രണ്ടാമതല്ലേ ചേർത്തത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സിങ് നല്ല പ്രധാനമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി സാധാരണ ദോശ മാവിൻ്റെ ഒരല്പം കൂടി ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. ഇനി ഞാൻ ഇതൊരു അരമണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെടുക്കുന്ന ഈസ്റ്റിനനുസരിച്ചാണ് നമുക്കിത് പൊങ്ങി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം വിട്ടിട്ട് നമ്മളിതുപോലെ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം മാത്രം, കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത്യാവശ്യമൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കൂടുതൽ സമയം വെക്കുന്നതനുസരിച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കും കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ ആദ്യം ഒന്ന് പഴയ ചട്ടി ആയതുകൊണ്ട് ഒരല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അടുത്തതും ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ, തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ ഒരുപാട് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെയൊക്കെ പെട്ടെന്നൊരു പാലപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ ആണെങ്കിലും നമ്മളിത് അരച്ച് വെച്ചിട്ട് ബാക്കി കറികളോ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായി കിട്ടും. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. വളരെ കനം കുറച്ചാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കണ്ടതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്.
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പുതിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. അപ്പോഴേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.